എല്ലാവർക്കും നമസ്കാരം. ഹിസ്റ്റോറി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. മലയാളികൾക്കിടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള, ഏറെ തർക്കങ്ങൾ നടന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ശബരിമലയിലെ അയ്യപ്പൻ യഥാർത്ഥത്തിൽ ആരാണ് എന്നത്. അയ്യപ്പൻ ശാസ്താവാണെന്നാണ് ഒരു വാദം. മറ്റൊരു വാദം എന്ന് പറയുന്നത് അയ്യപ്പൻ ബുദ്ധനാണ് എന്നാണ്. പിന്നൊരു വാദം അയ്യപ്പൻ ഒരു ആദിവാസി ദൈവമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ഹീറോ ആയിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ അധികം ആരും ചർച്ച ചെയ്യാത്ത ഒരു ചരിത്രമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. തമിഴ്നാട്ടിൽ ആരാധിച്ചു വരുന്ന ഗ്രാമീണ ദൈവമായ അയ്യനാരാണോ ശബരിമലയിലെ അയ്യപ്പൻ? അങ്ങനെയെങ്കിൽ ആരാണ് അയ്യനാർ? ഈ രണ്ട് ദൈവങ്ങളും തമ്മിൽ എന്ത് സാമ്യമാണുള്ളത്? അയ്യനാർ, അയ്യപ്പൻ, പേരിലെ ഈ സാമ്യമാണ് ഒരു സാദൃശ്യം എന്ന് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയ്യനാർ എന്നാൽ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമീണ ആരാധനാമൂർത്തിയാണ്. ചരിത്രം നോക്കുകയാണെങ്കിൽ ദുഷ്ടശക്തികളുടെ ഉപദ്രവത്തിൽ നിന്നും ഗ്രാമത്തെ രക്ഷിക്കുന്ന, അതുപോലെ പ്രളയമൊക്കെ ഉണ്ടാകുമ്പോൾ ഗ്രാമീണരെ രക്ഷിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ഗോഡ്, അത്തരമൊരു കൺസെപ്റ്റിലാണ് അയ്യനാരെ തമിഴ്നാട്ടിൽ ആരാധിച്ചു പോന്നിരുന്നത്. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ ഒരു ലോവർ കാസ്റ്റ് ഗോഡാണ് അയ്യനാർ എന്ന് കാണാൻ സാധിക്കും. വേലർ എന്ന് പറയുന്ന പോട്ടേഴ്സ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട, അതായത് മൺപാത്രങ്ങളൊക്കെ നിർമ്മിക്കുന്ന സമുദായത്തിൽപ്പെട്ട ആളുകളാണ് പ്രധാനമായും അയ്യനാർ ക്ഷേത്രങ്ങളിലെ പൂജാരികളായിട്ട് ഉള്ളത്. നമ്മുടെ അയ്യപ്പൻ പാട്ടുകൾ പോലെ തമിഴ്നാട്ടിൽ അയ്യനാരുടെ വീരകൃത്യങ്ങളെക്കുറിച്ചുള്ള പാട്ടുകളാണ് അയ്യനാർ വില്ലുപാട്ടുകൾ എന്ന് പറയുന്നത്. ഈ പാട്ടുകളിൽ നിന്നും നമുക്ക് തെളിഞ്ഞു വരുന്ന ചിത്രം എന്നത് അയ്യനാർ ഒരു പോരാളിയായിരുന്നു എന്നതാണ്. അയ്യനാരുടെ വാഹനം കുതിരയായിരുന്നു. അദ്ദേഹം ഒരു ഹോഴ്സ് റൈഡറാണ്. തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഇന്നും അയ്യനാർ ക്ഷേത്രങ്ങൾക്ക് മുമ്പിൽ അയ്യനാർ ഒരു കുതിരപ്പുറത്തിരിക്കുന്ന ശില്പങ്ങൾ കാണാൻ സാധിക്കും. ഒരു പോരാളിയായിരുന്ന അയ്യനാർക്ക് ഒരുപാട് സഹായികളും ഉണ്ടായിരുന്നു. അത്തരം സഹായികളിൽ ഏറ്റവും പ്രസിദ്ധനായ വ്യക്തിയാണ് കറുപ്പുസ്വാമി. അയ്യനാരുടെ ഏറ്റവും വിശ്വസ്തനായ പടയാളിയായിട്ടാണ് കറുപ്പുസ്വാമിയെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ പലയിടത്തും അയ്യനാർ പ്രതിമ എന്ന് പറയുന്നത് അയ്യനാരും കറുപ്പുസ്വാമിയും ഒരുമിച്ച് കുതിരപ്പുറത്തിരിക്കുന്ന ശില്പങ്ങളായിട്ടാണ് കാണുന്നത്. അയ്യനാർക്കുള്ളതുപോലെ കറുപ്പുസ്വാമിക്കും തമിഴ്നാട്ടിൽ പലയിടത്തും ക്ഷേത്രങ്ങളുണ്ട്. കേരളത്തിൽ അയ്യനാരുടെ വിശ്വസ്തനായ കറുപ്പുസ്വാമിയുടെ ഇൻസ്റ്റലേഷൻ കൊണ്ട് ഏറ്റവും പ്രസിദ്ധമായ പ്ലേസ് എന്ന് പറയുന്നത് ശബരിമലയാണ്. ശബരിമലയിൽ 18-ാം പടിക്ക് താഴെ കറുപ്പുസ്വാമിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. കറുപ്പുസ്വാമിയുടെ പ്രതിഷ്ഠയോ അല്ലെങ്കിൽ ക്ഷേത്രമോ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് കേരളത്തിൽ കാണാൻ സാധിക്കുക. ഈ സ്ഥലങ്ങളെല്ലാം ഒന്നെങ്കിൽ ഹില്ലി റീജിയനാണ്, അല്ലെങ്കിൽ ബോർഡർ ഏരിയയാണ് മിക്കതും. കൊല്ലങ്കോട്, ഒപ്പം തന്നെ കൊല്ലം ജില്ലയിലെ കോട്ടവാസൽ തുടങ്ങിയ പ്രദേശങ്ങൾ ഉദാഹരണം. ഈ ഒരു ചരിത്രത്തിൽ നിന്നും അയ്യനാരും അയ്യപ്പനും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് എന്ത് കൺക്ലൂഷനിലാണ് എത്താൻ സാധിക്കുക? ഒന്നാമതായി പേരിലുള്ള സാദൃശ്യമാണ്. അയ്യനാർ, അയ്യപ്പൻ എന്നീ രണ്ട് പേരുകളുടെ എറ്റിമോളജിക്കലായിട്ടുള്ള സിമിലാരിറ്റി. രണ്ടാമതായി അയ്യനാരും കറുപ്പുസ്വാമിയും തമ്മിലുള്ള ബന്ധമാണ്. അയ്യനാരുടെ ഏറ്റവും അടുത്ത പോരാളിയായിട്ടാണ് കറുപ്പുസ്വാമിയെ കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന, കുതിരയ്ക്ക് മുകളിൽ ഒരുമിച്ചിരിക്കുന്ന ഒരുപാട് സ്റ്റാച്യൂസ് വരെ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഈ ക്ലോസ്നെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ശബരിമല അയ്യപ്പൻ്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള പോരാളിയായിരുന്നു കറുപ്പുസ്വാമി. എങ്ങനെയാണ് കറുപ്പുസ്വാമി എന്ന് പറയുന്ന കേരളത്തിൽ അധികം സാന്നിധ്യമില്ലാത്ത ഒരു ദൈവിക സങ്കല്പം ശബരിമലയിലെത്തി? അയ്യനാർ വില്ലുപാട്ടുകളിലൊക്കെ ഈ അയ്യനാർ എന്ന് പറയുന്ന ഗോഡിനെ ഒരു ഫൈറ്ററായിട്ടാണ്, ഒരു പോരാളിയായിട്ടാണ്, വാരിയറായിട്ടാണ് അവതരിപ്പിക്കുന്നത്. സമാനമായി അയ്യപ്പനുമായി ബന്ധപ്പെട്ടുള്ള ലെജൻസ് നോക്കുകയാണെങ്കിലോ, അയ്യപ്പൻ ഒരു പുലിയുമായി ഫൈറ്റിൽ ഏർപ്പെടുന്നു, പുലിപ്പാൽ കൊണ്ടുവരാൻ വേണ്ടി കാട്ടിൽ പോകുന്നു, അദ്ദേഹം ഒരു യോദ്ധാവാണെന്നുള്ള രീതിയിലുള്ള ലെജൻസുമുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ ഒരു വാരിയർ ഗോഡ് എന്നുള്ള പോയിന്റിൽ ഒന്നിക്കുന്നില്ലേ? അതാണ് അവസാനത്തെ പോയിന്റ്. എന്തായാലും ഈ ചരിത്രം സൂചിപ്പിക്കുന്നത് എത്രത്തോളം വൈവിധ്യം നിറഞ്ഞതാണ് നമ്മുടെ ദൈവസങ്കല്പങ്ങളും മതചരിത്രവും എന്നതാണ്. മറ്റൊരു ചരിത്രവിശേഷവുമായി വീണ്ടും കാണാം. ബൈ.